കണ്ണും ചിമ്മിപ്പിക്കുന്ന ഇളനീല കടലിന്റെ മുകളിലൂടെ ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാരസൈലിംഗ് തുടങ്ങിയിട്ടാണ്. അതിന് ആദ്യത്തെ ദിവസം തന്നെ പോയി ട്രൈ ചെയ്തതിന്റെ വീഡിയോ കേട്ടത്. ആകാശത്ത് പറക്കുന്ന പക്ഷികൾക്കൊപ്പം പറന്ന് അവിടെ നിന്നുള്ള വ്യൂ കണ്ട് കിളി പോയിരിക്കുന്ന നമുക്ക് ആ ഒരു ഒറ്റ എക്സ്പ്രഷൻ ഉണ്ടാവുള്ളൂ. ബോട്ടിൽ കയറിയ ഉടനെ നമ്മുടെ ഇൻസ്ട്രക്ടർ നമുക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഇട്ട് തന്നിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ നല്ല വ്യക്തമായി പറഞ്ഞു തരും. എല്ലാം കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് തലയാട്ടിയെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷെ തുടർന്നുള്ള യാത്ര ഞങ്ങളുടെ മൈൻഡ് സെറ്റെ മാറ്റി കളഞ്ഞു. നല്ല കിടിലം വെയിലുണ്ടായിരുന്നതുകൊണ്ട് കടലിന്റെ അടിത്തട്ട് വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നമ്മുടെ ഇൻസ്ട്രക്ടർ തന്നെയാട്ടോ ബോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഗഡി അങ്ങോട്ട് ഗിയർ അപ്പ് ചെയ്തിട്ട് പെടപടച്ചു. ഒരു സ്പീഡ് ബോട്ട് പ്രോമാക്സിൽ പോയ ഒരു ഫീൽ. പാരസൈലിംഗിന്റെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു പൊടിക്ക് ധൈര്യം കൂടിയിട്ടുള്ള നന്ദു ആട്ട ഫസ്റ്റ് പറക്കാൻ പോണേ. അവന്റെ പറക്കലിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ള അവന്റെ എക്സ്പീരിയൻസ് അറിയാനുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഒരുമാതിരി FDFS കണ്ടിറങ്ങി വരുന്ന ആളുകളെ കാത്തിരിക്കുന്ന യൂട്യൂബേഴ്സിന്റെ അവസ്ഥയായിരുന്നു ഞങ്ങൾ. ഈ കാത്തിരിപ്പിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് അവസാനം അങ്ങനെ പറക്കണ ടൈമായിട്ടാണ്. പറന്ന് വന്നിറങ്ങിയ അവന്റെ ഓവർ ആക്ടിങ് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി, സംഭവം കൂളാണ്. അതറിഞ്ഞപ്പോഴേ ഞാൻ അങ്ങ് ചാടി കയറി പറന്നു. സത്യം പറയാലോ, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും സംഭവം കൂളാണ്, നൈസാണ്, ഒരു പണിയില്ല, ഭയങ്കര സ്ലോലാണ്. അല്ലാതും നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ ആകാശത്തേക്കാണ് പൊങ്ങിയാണ്ട് പോകും. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മുന്നേ പാരസൈലിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ വിചാരം ഈ പാരഷൂട്ടിൽ നമ്മൾ തൂങ്ങി കിടക്കാന്നാ. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇതില്. ലൈഫിലെ അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ താഴെ സ്റ്റാഫിന്റെ നമ്മൾ സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ താഴെ ഇറക്കൂട്ടാ. പിന്നെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല കേട്ടാ, എന്റെ എക്സ്പീരിയൻസ് ഞാൻ അങ്ങ് ഷെയർ ചെയ്യണു, അത്ര തന്നെ. ലക്ഷദ്വീപിൽ ഞങ്ങൾ വന്ന എന്തൊക്കെ കാണണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്നും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഈ മനോഹരമായ കടലിന്റെ മേലെയുള്ള ഈ ആകാശ യാത്ര, പാരസൈലിംഗ് ഇനിയുണ്ടാവും. ഈ ബോട്ടിന്റെ വലതുവശത്ത് നിൽക്കുന്നതാണ് ഈ ബോട്ട് മുതലാളി. ഇവന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ലക്ഷദ്വീപിൽ വരുമ്പോൾ നൈസായിട്ട് അവനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ സെറ്റാക്കി വരും. അവസാനം തിരിച്ച് നമ്മൾ ബോട്ടിലേക്ക് ലാൻഡ് ചെയ്യണേക്ക് മുന്നേ കടലിൽ മുക്കിയെടുക്കുന്ന ഒരു സീനുണ്ട്. ആഹാ, അടിപൊളിയാണത്. ഞാനും കൂടി അങ്ങോട്ട് സേഫ് ആയിട്ട് ബോട്ടിലേക്ക് തിരിച്ചെത്തിയത് കണ്ട പിന്നെ ബാക്കി എല്ലാവർക്കും ഒടുക്കത്തെ കോൺഫിഡൻസ് ആയി. പിന്നെ പറക്കാൻ പോയത് ഫത്തുവാട്ടാ. നമ്മുടെ കല്യാണ വീഡിയോ കണ്ടവർക്ക് ആളെ മനസ്സിലായി കാണും. എല്ലാവരെയും തിരിച്ച് ബോട്ടിലേക്ക് ഇറക്കുമ്പോഴാണ് കടലിൽ മുക്കുന്നതെങ്കിൽ ഫത്തുവിനെ ഇൻസ്ട്രക്ടർ ആദ്യം വെള്ളത്തിൽ മുക്കിയിട്ടാണ് മേലേക്ക് പൊക്കിയത്. ഇനിയിപ്പോ നിങ്ങൾ വരുന്നത് കപ്പിൾസ് ആയിട്ടാണെങ്കിൽ പോലും ഡബിൾസ് അടിച്ച് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റ് ആയി വന്ന 2 ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടാ. അതിൽ ഈ ചേച്ചിക്ക് 2 മണിക്കൂർ കഴിഞ്ഞ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടാ. എന്നിട്ടും ഞങ്ങളുടെ ഒപ്പം കയറി വന്നു. ചിലർ അങ്ങനെയാണ്, ഒരു അവസരവും പാഴാക്കില്ല. പാരഷൂട്ട് മടക്കി കറക്കിയെടുത്ത വീഡിയോ അവസാനിക്കുന്ന മുമ്പ് എനിക്ക് കിട്ടിയ ഒരു മാരക പണിയെ കുറിച്ച് പറയാം. ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറത്തി വിട്ട ഡ്രോണിനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ കാണാല്ലേ ഡ്രോണിലെ ബാറ്ററിയും തീരാറായി. ബാറ്ററി തീർന്ന നേരെ കടലിലാണ്. സത്യം പറയാലോ, എന്തോ ഭാഗ്യത്തിന് സംഭവം തിരിച്ചു കിട്ടിയെന്ന് പറയാം. അപ്പൊ അതാണ് സംഭവം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.